ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ കുറച്ചധികം ചെടികളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് കേഷ്യ ബൈഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല യെല്ലോ കളറിലുള്ള പൂക്കളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അരിയരിയായിട്ടുള്ള ഇലകളുമാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഒരുപാടൊന്നും പൊങ്ങിപ്പോകാതെ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. നമുക്ക് പോട്ടിലും അതുപോലെ തറയിലും വെച്ച് വളർത്താവുന്നതാണ്. നമുക്ക് ഈ പ്ലാന്റിന്റെ ഒരു ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് സപ്പോട്ടയാണ്. ഉള്ളിൽ ചുവന്ന കളറിലുള്ള നല്ല തേനൂറും മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് റെഡ് സപ്പോട്ട. അപ്പോൾ ഇതിന്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 650 രൂപയാണ്. കുറച്ച് റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും ഉണ്ട് ഈ പ്ലാന്റിന്. ഇതിന്റെ കൂടെ കൊറിയർ ചാർജും വരുന്നതായിരിക്കും. അപ്പം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നമ്മുടെ സാധാരണ ചിക്കുവിനേക്കാളും കുറച്ചും കൂടി മധുരമൊക്കെയുള്ള നല്ല അതുപോലെ കാമ്പും ഉള്ള ഒരു നല്ലൊരു സപ്പോട്ടയാണിത്. ഇതിന്റെ നമുക്കിത് തുറന്നു കഴിയുമ്പോൾ തന്നെ റെഡ് കളറിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഫ്രൂട്ട്. അടുത്തതായിട്ട് വരുന്നത് യൂഫോബിയയുടെ നല്ല ലീഫായിട്ടുള്ള യൂഫോബിയയുടെ നല്ല കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്കൊരു 6ഓളം വെറൈറ്റീസ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 270 രൂപയാണ്. അതിന് കൂടെ കൊറിയർ ചാർജും വരുന്നുണ്ട്. ഒരു പ്ലാന്റിന്റെ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്, 6 പ്ലാന്റിനും കൂടിയല്ല, ഒരു പ്ലാന്റിന്റെ റേറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഇൻഡോർ ആയിട്ട് വളർത്താവുന്നതാണ്. നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണിത്. നമുക്ക് ഒരു 4-5 ദിവസമൊക്കെ കൂടുമ്പോൾ കുറച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ മതിയാകും. ഞങ്ങൾ നിങ്ങൾക്കിത് പോട്ടോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പം 270 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. കുറച്ച് ഫേൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കലാത്തിയ ലൂട്ടിയ, നമ്മുടെ ഗാർഡനിലൊക്കെ ഒരു ബോർഡർ കൊടുക്കാനൊക്കെ ആയിട്ട് ഇന്ന് ഈ പ്ലാന്റുകൾ ഒത്തിരി പേര് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത് നമ്മുടെ സ്നോ റോസിന്റെ 2 സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. സ്നോ റോസ് നമുക്ക് ഈ രാത്രിയിലൊക്കെ നമുക്കിങ്ങനെ നക്ഷത്രങ്ങൾ പൂത്തിറങ്ങുന്നത് പോലെ തോന്നും ഇതിന്റെ പൂക്കൾ കാണുമ്പോൾ. അത്ര ഭംഗിയാണ് ഇതിൽ പൂ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനായിട്ട്. ഇല കാണാതെ പൂക്കൾ തരുന്ന ഒരു നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് സ്നോ റോസ്. ഇത് നമ്മുടെ അബൂട്ടിലോൺ എന്ന് പറയുന്ന പ്ലാന്റ്. നമ്മുടെ ജിമിക്കി കമ്മൽ പോലെ തൂങ്ങിക്കിടക്കുന്ന പൂക്കളാണ് ഇതിലുള്ളത്. ഇതിന്റെ 3 സൈസിലുള്ള പ്ലാന്റുകളുണ്ട്. ഓറഞ്ചും ആണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിന്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. ഇതിന്റെ തന്നെ യെല്ലോയും ഒരു പിങ്കും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ലോലിപോപ്പ് എന്ന് പറയുന്ന പ്ലാന്റ്. യെല്ലോയില് വെള്ള കളറിലുള്ളതാണ് ഇതിന്റെ ഫ്ലവർ. ഇതാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് ആയിട്ട് വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 90 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 90 രൂപയാണ് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇതിൽ നിറച്ചും പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ലോലിപോപ്പ്. അടുത്തതായിട്ട് വരുന്നത് കൂഫിയയുടെ 2 സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സ്നോ റോസിനോട് നല്ല സാമ്യമുണ്ട് ഈ പ്ലാന്റിന്. ഇത് വൈറ്റ് ആണ്, പിന്നെ ഒരു പിങ്ക് കളറും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പ്ലസ് കൊറിയർ ചാർജും കൂടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഇത് പ്ലാന്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. ഇനിയിപ്പോൾ DTDC നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഒക്കെ നമ്മൾ അയച്ചു തരുന്നുണ്ട്. പക്ഷേ ഈ DTDC കൊറിയർ ഹോം ഡെലിവറി ചില സ്ഥലങ്ങളിൽ അവൈലബിൾ അല്ല കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലൊന്നും ഹോം ഡെലിവറി അവൈലബിൾ അല്ല. എന്നാൽ നമ്മുടെ ഈ DTDCയുടെ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഹോം ഡെലിവറി ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ DTDC നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഇത്
മെലസ്റ്റോമയാണ്. മെലസ്റ്റോമയുടെ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്നും നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് മെലസ്റ്റോമ. ഇതുപോലെ ഇല കാണാതെ നിറയെ പൂക്കൾ ഉണ്ടാകും ഈ പ്ലാന്റിൽ. ഇത് നമുക്ക് നല്ലൊരു മരം പോലെയൊക്കെ വളർത്തി വിടാവുന്നതാണ്. നമ്മുടെ ഗാർഡന്റെ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ വെച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു തണൽ മരം പോലെയൊക്കെ നമുക്ക് വളർത്തിവിടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.